ബൈറൂട്ടിലും ടെഹ്റാനിലും ഒക്കെ തന്നെ തീമഴ പെയ്യിച്ചുകൊണ്ടാണ് ഇസ്രയേലും അമേരിക്കയും ഇറാനെ ഭയപ്പെടുത്തുന്നത്. തിരിച്ച് പ്രത്യാക്രമണം കടുപ്പിച്ചുകൊണ്ട് ഇറാനും പോരാടാൻ ഉറച്ചിരിക്കുന്നു. മറുഭാഗത്താകട്ടെ IRGCയുടെ അടിവേര് പിഴുത് 1000-ലധികം സൈനികരുടെ ജീവനെടുത്തുകൊണ്ട് ഒരു കൂട്ടം ശവപ്പെട്ടികൾ, ഒരു വലിയ ശവക്കല്ലറ തന്നെ ഒരുക്കിയിരിക്കുന്നു അമേരിക്ക. പശ്ചിമേഷ്യയെ പിടിച്ചുലച്ചുകൊണ്ട് ഇറാൻ അമേരിക്ക ഇസ്രയേൽ യുദ്ധം അതുപോലെ 7-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഫെബ്രുവരി 28-ന് ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ഈ സംയുക്ത ആക്രമണത്തോടെ ഇപ്പോഴത്തെ സംഘർഷങ്ങൾ ഏറെ പുകഞ്ഞു തുടങ്ങി. മേഖലയിലുടനീളം യുദ്ധം അതിവേഗം തന്നെ വ്യാപിക്കുന്നു. ഇതുവരെ ഇറാനിൽ മാത്രം 1200ഓളം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക കണക്ക്. അതിനപ്പുറത്തേക്ക് മരണസംഖ്യ വർദ്ധിക്കും. ഇറാന്റെ നാവിക മിസൈൽ ശേഷി തറക്കാൻ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്ക ശക്തമായ നീക്കങ്ങൾ 2ാം ഘട്ടത്തിൽ നടത്തുന്നു. റോറിംഗ് ലൈനു പിന്നാലെ എപ്പിക് ഫ്യൂറിയും ശക്തമായി തന്നെ ഇറാനെ തളർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാന്റെ ഒരു കൂറ്റൻ ഡ്രോൺ കാരിയർ ഉൾപ്പെടെ 30-ലധികം കപ്പലുകൾ അമേരിക്ക തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളിൽ 2000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ അത് വർഷിച്ചിരിക്കുന്നു. ഒരു തരത്തിലും ആണവ പോർമുനകൾ, മണ്ണിനടിയിലുള്ള ആണവശേഷി ഒന്നും തന്നെ ഇനി പുനർജനിക്കാത്ത തരത്തിലേക്ക് ശക്തമായി തന്നെ ആക്രമണം നടത്തുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ യുദ്ധം കൂടുതൽ കടുക്കുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സത്ത് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. യുദ്ധം ഇപ്പോൾ ലെബനനിലും വ്യാപകമായ നഷ്ടങ്ങൾ വരുത്തിവെച്ചിരിക്കുന്നു ഹിസ്ബുള്ള കാരണം. ബെയ്റൂത്തിന്റെ പല പ്രാന്തപ്രദേശങ്ങളിലും കനത്ത ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ദഹിയിൽ നടന്ന ആക്രമണത്തിൽ, വ്യോമാക്രമണത്തിൽ 120-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. 10,000-കണക്കിന് ആളുകളാണ് ഇതിനോടകം തന്നെ പലായനം ചെയ്തിരിക്കുന്നത്. തങ്ങളുടെ അതിർത്തിക്കുള്ളിലേക്ക് ഇറാൻ ഡ്രോണുകൾ അയച്ചുവെന്നാണ് അസർബൈജാനും ആരോപിക്കുന്നത്. അതിനെ തുടർന്ന് അസർബൈജാൻ തങ്ങളുടെ തെക്കൻ വ്യോമപാത താൽക്കാലികമായി അടച്ചിട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നു. പക്ഷേ ഇറാൻ ആകട്ടെ ഈ ആരോപണത്തെ നിഷേധിച്ചിരിക്കുന്നു. ഇറാനിലെ ഭരണകൂടമാറ്റം ലക്ഷ്യമിട്ടുള്ള സൈനിക നീക്കങ്ങൾ അങ്ങനെ കടുക്കുമ്പോൾ നിലപാട് കടുപ്പിച്ചു തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത് വരുന്നത്. ഇറാനെ അമേരിക്ക ഏറ്റെടുക്കുമെന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നേരത്തെ തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇറാനിൽ ഇനി ആര് ഭരിക്കണമെന്നുള്ളത് ട്രംപ് തീരുമാനിക്കുമെന്നതാണ് ട്രംപിന്റെ കർശനമായ ശാസനം. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനും ഇറാനിയൻ സൈന്യത്തിനും രൂക്ഷമായ മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി ട്രംപ് നൽകി കഴിഞ്ഞു. ഇറാനിയൻ സൈന്യം ഉടനടി തന്നെ ആയുധം ഉപേക്ഷിച്ച് കീഴടങ്ങണമെന്നും അതല്ലെങ്കിൽ മരണമുറപ്പാണെന്നുമുള്ള അന്ത്യശാസനമാണ് ട്രംപ് നേരിട്ട് നൽകിയിരിക്കുന്നത്. സമുദ്രമധ്യത്തിൽ ഇറാൻ നാവികസേനയുടെ ഐറിസ് ദേനയ്ക്ക് നേരെ അമേരിക്കൻ അന്തർവാഹിനി നടത്തിയ മാരകമായ ടോർപിഡോ ആക്രമണത്തിന് പിറകെയാണ് ട്രംപിന്റെ ഞെട്ടിക്കുന്ന പ്രസ്താവന. ഇറാനിയൻ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളാനും രാജ്യം തിരിച്ചുപിടിക്കാനും സൈനികർക്ക് കിട്ടുന്ന അവസാന അവസരമാണിതെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിലെയും പോലീസിലെയും സൈന്യത്തിലെയും എല്ലാ അംഗങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു, നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വയ്ക്കുക. ഇപ്പോൾ കീഴടങ്ങുന്നവർക്ക് ഞങ്ങൾ പൂർണ്ണ സുരക്ഷയും നിയമപരിരക്ഷയും ഉറപ്പു നൽകുന്നു. പക്ഷേ ഈ മുന്നറിയിപ്പ് അവഗണിക്കുന്നവരാകട്ടെ നേരിടേണ്ടി വരുന്നത് സമ്പൂർണ്ണ വിനാശമായിരിക്കും. അതാരും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കൂടിയാണ് ട്രംപ് പറയുന്നത്. ഇതിനു പുറമെ ലോകമെമ്പാടുമുള്ള ഇറാനിയൻ നയതന്ത്രജ്ഞരോട് പദവികൾ ഉപേക്ഷിച്ച് ശരിയായ പക്ഷത്ത് ചേരണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്ക് പുറകെ തന്നെ ഇറാനിയൻ നാവികസേനയ്ക്കുണ്ടായ വൻ തകർച്ചയുടെ ദൃശ്യങ്ങളും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടിരിക്കുന്നു. വിമാനവാഹിനി കപ്പലുകളോളം വലിപ്പമുള്ള ഇറാന്റെ ഡ്രോൺ കാരിയർ കപ്പൽ അമേരിക്കൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കി. കപ്പലിൽ നിന്നും പുക ഉയരുന്നതിൻ്റെയും സ്ഫോടനത്തിൻ്റെയും ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വരുന്നു. ഇതോടെ ഇറാന്റെ നാവിക ശക്തി ഏതാണ്ട് പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരു പുതിയ ഇറാൻ കെട്ടിപ്പടുക്കാൻ ജനങ്ങൾക്ക് ലഭിച്ച അവസരം ഇതാണെന്നും വൈറ്റ് ഹൗസ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീലങ്കൻ തീരത്തിന് സമീപത്ത് വെച്ച് ഇറാന്റെ പടക്കപ്പലിന് നേരെ ആക്രമണമുണ്ടായത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വൈറ്റ് ഹൗസ് ഇക്കാര്യം എടുത്തുകാട്ടുന്നത്. അന്ന് നടന്ന ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന ഏകദേശം 87ഓളം ഇറാനിയൻ നാവികർ കൊല്ലപ്പെട്ടുവെന്ന വിവരം പുറത്തു വരുന്നു. 30-ലധികം ആളുകൾക്ക് പരുക്ക് സംഭവിച്ചു. ഇതിനിടയിലാണ് ഇറാൻ സൈന്യത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തി ട്രംപും രംഗത്തെത്തിയത്. ഇനി ചർച്ചകൾക്കില്ല, ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ നാശത്തിന് തയ്യാറെടുക്കുക എന്നുള്ള കർക്കശമായ നിലപാട്. ഈ നിലപാടിനെ ഇറാൻ എങ്ങനെ നോക്കിക്കാണുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ ഇതിനു മുന്നേ തന്നെ ഖമനേയ്ക്കെതിരായിട്ടുള്ള ഏതൊരാക്രമണത്തെയും യുദ്ധമായി കണക്കാക്കുമെന്നും ഖമനയുടെ ജീവൻ എടുക്കാനുള്ള തന്ത്രം മെനഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന്റെ ജീവൻ എടുക്കാനുള്ള തന്ത്രങ്ങൾ IRGC സ്വീകരിക്കുമെന്നുള്ള ഒരു ഭീഷണി നേരത്തെ ഉയർത്തിയിരുന്നു. അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് IRGC തുനിയുമെന്നുള്ള തിരിച്ചറിവ്
അമേരിക്കയ്ക്കുണ്ട്. അതനുസരിച്ചുകൊണ്ടാണ് IRGCയെ തന്നെ നിഷ്പ്രഭമാക്കി നിരായുധീകരിച്ച് മുന്നോട്ട് പോകാനായി തീരുമാനിക്കുന്നത്. റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് ഇന്ത്യക്ക് ഇളവ് നൽകിയതിനും ക്യൂബയ്ക്കെതിരെയുള്ള ഭീഷണി മുഴക്കിയതിനും പിന്നാലെ ഇറാനെ നേരിട്ട് ലക്ഷ്യം വെച്ചുള്ള ട്രംപിൻ്റെ നീക്കമെന്ന് പറയുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കും. തകർന്ന ഇറാൻ കപ്പലിലെ നാവികരെ രക്ഷിക്കാൻ ഇന്ത്യൻ നാവികസേന മുൻകൈയെടുത്തതൊക്കെ ഈ മേഖലയിലെ ഇന്ത്യയുടെ നയതന്ത്ര പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്ന ഒരു വസ്തുത കൂടിയാണ്. ട്രംപിൻ്റെ അന്ത്യശാസനത്തോടെ എങ്ങനെയായിരിക്കും ഇറാൻ പ്രതികരിക്കുന്നത്? ലോകമുറ്റുനോക്കുന്നത് ഈ വിഷയമാണ്. തിരിച്ചടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇറാൻ അങ്ങനെ തീരുമാനിച്ചാൽ ലോകം മറ്റൊരു മഹായുദ്ധത്തിലേക്ക് കടക്കും എന്നുള്ള ആശങ്ക പ്രതിരോധ വിദഗ്ധരടക്കം പങ്കുവയ്ക്കുന്നു. അതുപോലെ ഇറാനിലെ ഭരണമാറ്റത്തിന് നേരിട്ട് ചുക്കാൻ പിടിക്കുമെന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന ട്രംപിൻ്റെ ഉദ്ദേശം എന്താണ്? ഇറാന്റെ അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ തന്നെ താൻ നേരിട്ട് പങ്കാളിയാകുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ മകൻ മുസ്തഫ ഖമനയി അധികാരമേറ്റെടുക്കാനുള്ള നീക്കങ്ങളെ ശക്തമായി തന്നെ ട്രംപ് എതിർക്കുന്നുണ്ട്. അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് പങ്കുണ്ടാകും, ഇങ്ങനെയാണ് ട്രംപ് ഒരു പ്രസ്താവന പുറത്തുവെച്ചത്. ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറാൻ അത് കാരണമായി. ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടം തകർച്ചയുടെ പാതയിലാണെന്നും വിദേശ രാജ്യങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന ഇറാനിയൻ നയതന്ത്രജ്ഞർ ഉടനടി അഭയം തേടണമെന്നും ട്രംപ് പറഞ്ഞിരിക്കുന്നതിലെ യുക്തിയും ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇറാന്റെ പരമോന്നത പദവിയിലേക്ക് കുടുംബവാഴ്ച അനുവദിക്കില്ല എന്ന കർശന നിലപാട് വൈറ്റ് ഹൗസ് സ്വീകരിച്ചിരിക്കുന്നു. ആയത്തുള്ള അലി ഖമനയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മകൻ മുസ്തഫയെ വാഴിക്കാനുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ സജീവമായതായിരുന്നു. എന്നാൽ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ മാത്രമേ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാൻ കഴിയൂ. അതല്ലാതെ മതമേലധികാരികൾ തീരുമാനിക്കുന്ന ഒരാളെയും അംഗീകരിക്കില്ല എന്ന് ട്രംപ് പക്ഷം പിടിക്കുന്നു. ഇറാനിയൻ നയതന്ത്രജ്ഞരോട് തങ്ങളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഉടൻ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ രാഷ്ട്രീയ അഭയം തേടണമെന്നാണ് ട്രംപിൻ്റെ ആഹ്വാനം. അതായത് ഭരണകൂടം മാറാൻ പോകുന്നു, അവർ മാറുമ്പോൾ നിങ്ങൾ വേട്ടയാടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടി താൻ നിലകൊള്ളുമെന്നും അവിടെ നിലനിൽക്കുന്ന സ്വേച്ഛാധിപത്യത്തിന് അന്ത്യം കുറിക്കുമെന്നുമുള്ള വാദമാണ് ട്രംപ് ഉയർത്തുന്നത്. അതിനിടയിൽ പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമായുള്ള ഖത്തറിലെ അൽ ഉദൈദ് താവളത്തിന് നേരെ ആക്രമണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ ബോംബർ വിമാനങ്ങൾ പാഞ്ഞെത്തി. ഈ പറന്നെത്തിയ ഇറാൻ ബോംബർ വിമാനങ്ങളെ ഖത്തർ വ്യോമസേന കൃത്യമായി തന്നെ വെടിവെച്ചിട്ടു. തിങ്കളാഴ്ച രാവിലെ നടന്ന ഈ സംഭവം മേഖലയിൽ വലിയൊരു സൈനിക സംഘർഷ സാധ്യത തന്നെയാണ് ഒഴിവാക്കിയത്. അമേരിക്കൻ സൈനിക താവളത്തിലേക്ക് എത്താൻ വെറും 2 മിനിറ്റ് മാത്രം ശേഷിക്കവെയാണ് ഖത്തറിന്റെ യുദ്ധവിമാനങ്ങൾ ഈ ഇറാനിയൻ വിമാനങ്ങളെ തകർത്തതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.